ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ ഒരു 7:30 ആയപ്പോൾ മെല്ലെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എഴുന്നേറ്റ പാട് തന്നെ ഞാൻ പുതച്ച പുതപ്പൊന്ന് നല്ല വൃത്തിക്ക് മടക്കി വെക്കണം. അത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കലാണ്. അത് ഞാൻ രാത്രി തന്നെ എടുത്ത് കൊണ്ടാക്കും. വെള്ളം അതെടുത്ത് കുറച്ച് കുടിക്കും. എൻ്റെ സ്റ്റിക്കില്ലാത്തത് കൊണ്ട് ആകെ മൊത്തം പെട്ടിട്ടാണ് ഉള്ളത്. ഓരോ സ്ഥലത്ത് ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കും. സ്റ്റിക്ക് എവിടെയാണ് പോയെന്ന് പറയണ്ടല്ലോ. അത് മറ്റേ ബാബ്സ് മന്ദിറിൽ പോയ കഥ കേട്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുള്ള കറി എന്ന് പറയുന്നത് ചട്നിയാണ്. അപ്പോൾ ചട്നിക്ക് കടുക് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാനത് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഒരു തട്ട് ഇഡ്ഡലി ആയതുണ്ടായിരുന്നു. അത് പ്ലേറ്റിലേക്ക് തട്ടേണ്ട ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. അതും ചെയ്ത് പിന്നെ രാവിലത്തെ ചായ കുടിക്കാനുള്ള പുറപ്പാടായി. സാമ്പാറും കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള പാത്രങ്ങൾ കൂടി കഴുകി വെക്കേണ്ട ഡ്യൂട്ടി ഉണ്ട്. അത് ഡ്യൂട്ടിയൊന്നുമല്ല, എപ്പോൾ അമ്മയാന്ന് കഴുകൽ. ഇന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടുപോയത് കൊണ്ട് ബാക്കിയുള്ളതും കൂടെ അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴുകിയതാണ്. അപ്പോൾ ഞാനത് കഴുകി കൊടുത്ത് അമ്മ അതെടുത്ത് റാക്കിൽ വെച്ച്. രണ്ടാളും കൂടെ ചെയ്തതുകൊണ്ട് ആ പണിയും പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ്. അങ്ങനെ അവിടെയൊക്കെ തുടച്ച് നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കഥ പറയും. കഥ പറയാനിരിക്കണം എന്നൊന്നുമില്ലല്ലോ. ഇതാ ഇപ്പോൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാ ഞാനിങ്ങനെ ചിരിക്കുന്നത്. ഇതെന്താ തുടച്ചിട്ടും തീരാത്തത്? കുറേ നേരമായല്ലോ. കുറേ വെള്ളമാക്കുന്നുണ്ട്, പിന്നെയും തുടക്കുന്നുണ്ട്, പിന്നെയും വെള്ളമാക്കുന്നുണ്ട്, എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ ഇപ്പുറത്തെ സൈഡിൽ നിന്നും തുടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു മിന്നായം പോലെ ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അങ്ങനെ നമ്മൾ ചെയ്ത് തീർത്ത്. പിന്നെയുള്ളത് ഇതാണ്. കുറച്ച് നേരം കോനാലിരിക്കും, എന്നിട്ട് ഞങ്ങളിരുന്ന് കഥ പറയും. അതിൻ്റെ ഇടയിൽ 2 ഗുളികയും കൂടെ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി അവിടെ തീർത്ത് വെച്ച് പിന്നെ ഞാൻ നേരെ വിട്ട് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞങ്ങൾ തിരക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇടാനുള്ള ഡ്രസ്സാണ് ഈ തേക്കുന്നത്. അലമാരിൽ വെച്ചിട്ട് ആകെ മൊത്തം ചുളുങ്ങി നാശമായിട്ടുള്ളത്. അങ്ങനെ ആ പരിപാടിയും വേഗം തന്നെ അങ്ങ് കഴിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൊത്തം ലേറ്റായി പോകുമല്ലോ. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ പോയിട്ട് മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഫാനും ഇട്ട് വെച്ചിട്ട് കുറേ നേരം ഇരുന്നു. എത്ര തോർത്തി കഴിഞ്ഞാലും ഇതുപോലെ ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനം കിട്ടൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും എടുത്ത് കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മേക്കപ്പ് പരിപാടിയിൽ മുഖത്തുള്ള അൽക്കുലത്തെ പരിപാടിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എൻ്റെ കഴിവ് ഞാൻ മുടിയിൽ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ക്ലച്ചർ എടുത്തിട്ട് ആ മുടി ആടെ റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടണമല്ലോ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ലിപ് ബാമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആകെ മൊത്തം സെറ്റായി. പിന്നെ ഒന്ന് ഷോളും കൂടെ ഇട്ട് കണ്ണാടിയിൽ മുമ്പിൽ നിന്നിട്ടുള്ള ഷോ ഓഫാണത്. അങ്ങനെ എല്ലാം സെറ്റ്. ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ തിറ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. തലേ ദിവസം രാത്രി അമ്പലത്തിൽ പോയപ്പോഴേ ഏകദേശം സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടേനു. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പിറ്റേന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ പോയി സീറ്റ് പിടിക്കാമെന്ന്. പക്ഷേ ആ ആഗ്രഹവും നടന്നില്ല. ആ സീറ്റൊക്കെ രാവിലെ തന്നെ വന്നിട്ട് എല്ലാവരും ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. കുറേ നേരം അവിടെ എവിടെയായിട്ട് നിന്ന്. അപ്പോൾ ഇതാ കുട്ടിച്ചാത്തൻ്റെ തിറ തുടങ്ങിയിട്ടുണ്ടേനും. അതൊന്നും ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള ആ ഒരു സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറി നിന്ന് കാണാൻ വേണ്ടി നിന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുട്ടിച്ചാത്തൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതേപോലെ കുറച്ച് നേരം കണ്ടു. ഇവിടെ നിന്നിട്ട് അത്യാവശ്യം കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് നേരം കണ്ടു നിന്ന്. കുട്ടിച്ചാത്തൻ്റെ തിറ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ളത് കുറുൾ ഭഗവതിൻ്റെ തിറയായിരുന്നു. അതാണ് ആ അമ്പലത്തിലെ മെയിനായിട്ടുള്ള ദൈവം, കുറുൾ ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടു. അതിനുശേഷം വസൂരമാലയുടെ തിറയുണ്ടായിരുന്നു. അതും കഴിഞ്ഞു. വസൂരമാലേൻ്റെ തിറക്ക് നേരത്തെ തന്നെ പോയിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ സീറ്റ് മേടിച്ച്. അപ്പോൾ അത് നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ കിട്ടിയത് ഈ കുട്ടിച്ചാത്തൻ്റെ വീഡിയോ മാത്രമാണ്. ഈ തറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രസാദ സദ്യയും കഴിച്ച് ഒരു ഐസും വാങ്ങിച്ച് മെല്ലെ വീട്ടിലേക്ക് നടന്ന്. ഒരൈസല്ല 1-2 ഐസ് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വീട്ടിലേക്ക് മെല്ലെ പോന്നു. വരുന്ന വഴിക്ക് ഒരു ബലൂണും വാങ്ങിച്ചു. ബലൂൺ ഇല്ലാണ്ട് എന്തൊരു തിറയാണല്ലേ. തിറ കഴിഞ്ഞ് വരുമ്പോൾ ബലൂൺ നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ബലൂണും കൂടെ വാങ്ങിച്ച് വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 ആളും കൂടെ കുറേ നേരം കോനാലിരുന്ന് സംസാരിച്ച്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ
പിന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന്. എൻ്റെ സ്വന്തം ബ്രെഡ് ഓംലേറ്റാന്നേ. എന്തായാലും വീഡിയോ എടുക്കല്ലേ, ഒന്ന് അടിപൊളിയായിട്ട് മുട്ട പൊട്ടിക്കാമെന്ന് വിചാരിച്ചതാണ്. ആകെ മൊത്തം ചീറ്റിപ്പോയി. മുട്ട പൊട്ടിക്കലും മുട്ടത്തോട് മുട്ടയിലേക്ക് തന്നെ അങ്ങ് വീണ്. പിന്നെ ഒന്നും അറിയാത്ത പോലെ അതിൽ നിന്ന് ആ മുട്ടത്തോട് മാറ്റി അങ്ങ് വെച്ച് ഒരു കഷ്ണം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് മുറിച്ചിട്ട് ബ്രെഡും വെച്ച് ബ്രെഡ് ഓംലേറ്റ് അങ്ങ് സെറ്റാക്കി. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, സംഭവം അടിപൊളിയാണ്. അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും അത് കാണാമല്ലോ അല്ലേ. ക്യാമറ ഓണായി കഴിഞ്ഞാൽ എന്താ അറിയില്ല, കുറച്ച് ഇതുപോലെ ഗോസ്റ്റുകളൊന്നും കഴിച്ചിട്ടില്ല, ഒരു സമാധാനവും കിട്ടൂല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ TV കാണാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം TVയും കണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കക്കിരിയും ഉള്ളിയും കുറച്ച് ചെറുനാരങ്ങയും ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരേ ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച്, അമ്മ പാത്രം കഴുകി, ഞാൻ അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ച്, അങ്ങനെ അത് മുഴുവനായിട്ട് അങ്ങ് പെട്ടെന്ന് ചെയ്ത് തീർത്തു. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇതുപോലെ മുടിയൊന്ന് സെറ്റാക്കി മേലെ കയറ്റി കെട്ടും. രാത്രി ഉറങ്ങുമ്പോൾ ഇത് സ്ഥിരമാണ്. ഇപ്പം ഞാൻ റീൽസിലൊക്കെ കാണുന്നില്ലേ, മറ്റേ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ, അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ തിക്ക് ഹെയർ എന്നൊക്കെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ കാണുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നോക്കാം, സമയമുണ്ടല്ലോ അല്ലേ. ഞാൻ റോസ്മേരി വാട്ടറൊക്കെ തലയിൽ തേച്ച് മുടി ഇതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനെ കെട്ടി വെക്കും. പിന്നെ ഉള്ളത് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സാരി എടുത്ത് 2 തൂണോടും കൂടെ കൂട്ടി കെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് വേറൊന്നിനുമല്ല, ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ നായി കോനാലേക്ക് കയറിയിട്ട് ആകെ മൊത്തം നാശകോശാക്കും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ് തീർന്ന്. പിന്നെ നമ്മൾ വീടും പൂട്ടി ഓരോരുത്തർ ഗുഡ് നൈറ്റും പറഞ്ഞ് ഓരോരുത്തർ റൂമിലേക്കും പോകും. അങ്ങനെ ഞാനും എൻ്റെ റൂമിലേക്ക് പോയി. ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കുപ്പിയുണ്ട്, എൻ്റെ ഫോണുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.